Good morning to all. Good morning, ma'am. Good morning. Good morning, ma'am. എന്താണ് ഗുഡ് മോർണിംഗ് ഒരു ഉഷാറില്ലല്ലോ? എന്ത് പറ്റി? എന്നെ വീണ്ടും കണ്ടതുകൊണ്ടാണോ? മിസ് ഇന്നലെ ആയിരുന്നല്ലോ, മിസ്സാക്കിയാണോ വിചാരിച്ചിട്ടാണോ? ആണോ? എനിക്ക് ഇടയ്ക്ക് കയറേണ്ടി വന്നു കേട്ടോ. ഓക്കെ, ഗുഡ് മോർണിംഗ് ആതിര. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഓക്കെ ഓക്കെ എല്ലാവരും സുഖം എല്ലാവർക്കും? ആക്റ്റീവ് ആണോ? എന്താണ് നിങ്ങൾ എന്തിനൊക്കെ ചുമ്മാ സംസാരിക്കുന്നേ? നിങ്ങൾ എന്തിനു സൈലന്റ് ആണ്? ആ ഇന്നലെ തന്ന നോട്ട്സ് ഒക്കെ വായിച്ചോ? അയച്ചോ? എങ്ങനെയുണ്ടായിരുന്നു? എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വന്നോ? തോന്നിയോ? കുറച്ചെങ്കിലും മാറ്റം അല്ലേ? കുറച്ചെങ്കിലും ചേഞ്ചസ് ഫീൽ ചെയ്തോ? ഇല്ല. അങ്ങനെ ഫീൽ ചെയ്യണം കേട്ടോ. അതുകൊണ്ട് കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യാം, നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രിപ്പോസിഷൻസ് ആണോ എടുത്തോണ്ടിരുന്നത്? ആണോ? യെസ് മിസ്. ഏത് പ്രിപ്പോസിഷൻ വരെ എത്തി? ഏതൊക്കെയാ എടുത്തേ എന്ന് പറയൂ. ഏതാണ്? ഓൺ പ്രപ്പോസിഷൻ. ഓൺ മാത്രം എടുത്തിട്ടുള്ളോ? ഇൻ ഓൺ എടുത്തു. ഇപ്പൊ ഓണായി എടുത്തോണ്ടിരിക്കുന്നത്. ഇൻ ഓൺ കഴിഞ്ഞു. ഓൺ കംപ്ലീറ്റ് ആയല്ലോ അല്ലേ? കംപ്ലീറ്റ് ആയി. ഓൺ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് അടുത്ത പ്രപ്പോസിഷൻ ഏതാട്ടോ? അറ്റാണേ. നെക്സ്റ്റ് അറ്റ്. അറ്റാണ്. പ്രിപ്പോസിഷൻ അറ്റ് നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യാറ്? നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എവിടേക്കാണ്? അറ്റ് ടൈം പറയാൻ യൂസ് ചെയ്യാണ്. ഇമ്പോർട്ടന്റ് അല്ലേ? മോസ്റ്റ്ലി നമ്മൾ ടൈം പറയാനാണ് ഏറ്റവും കൂടുതൽ അറ്റ് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് ഇസ് ടൈം. ഓക്കെ, then place. കറക്റ്റ് ആണ്. ടൈം, then place. പിന്നെന്താണ്? at the moment ഒക്കെ പറയുന്നത് നമ്മൾ at the moment. പിന്നെ ഇൻ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞത് ഇൻ അല്ലെ? മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്ങിലേക്ക് അവിടെ നമ്മൾ ഇൻ ആണ് യൂസ് ചെയ്യാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നൈറ്റ് അല്ലെങ്കിൽ മിഡ് നൈറ്റ് ഒക്കെ പറയാനാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അറ്റ് പ്രപ്പോസിഷൻ ആണ്. ഓക്കെ, അപ്പൊ ടൈം, പ്ലേസ്, നൈറ്റ്, മിഡ് നൈറ്റ്, പിന്നെ ഏതൊക്കെയാണ്? അറ്റ് ദി മൊമെന്റ്, അറ്റ് ദി എൻഡ് എന്നൊക്കെ പറയും. അത് ജസ്റ്റ് ഫ്രേസ് ആയിട്ട് കണ്ടാൽ മതി. ഇവിടെ അങ്ങനെ തന്നെ നമ്മൾ പറയാറ് കേട്ടോ. അപ്പൊ ഇത്രയും പ്ലേസസിലാണ്. പിന്നെ വേറെ ഞാൻ പറയാം, കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് അതിനെ കുറിച്ചിട്ട്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ചെയ്ത് വെക്കും കേട്ടോ. ദെൻ നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾ ചെയ്തുമ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. നമ്മൾ അറ്റ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ടൈം പറയാനാണെന്ന് പറഞ്ഞു അല്ലെ? ടൈം ആണ്. സോ എക്സാക്ട് ടൈം ആണെങ്കിൽ, കറക്റ്റ് പോയിന്റ്, ഒരു എക്സാക്ട് കറക്റ്റ് ടൈം നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷൻ അറ്റ് ആയിരിക്കണം. ഓക്കെ, അതായത് ഞാൻ എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് സ്കൂളിൽ പോകുന്ന, ഓഫീസിൽ പോകുന്നതാണെങ്കിൽ ഐ ഓൾവേസ് ഗോ ടു ഓഫീസ് അറ്റ് 10 AM. കറക്റ്റ് 10 മണിക്ക് ഞാൻ ഓഫീസിൽ പോകും. എല്ലാ ദിവസവും ഓഫീസിൽ പോവാണ്. ഐ ഓൾവേസ് ഗോ ടു ഓഫീസ് അറ്റ് 10 AM. കറക്റ്റ് ടൈം ആണെങ്കിൽ മാത്രമേ നമുക്ക് അറ്റ് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഇനി ഏകദേശം ഒരു സമയമാകുമ്പോ, ഏകദേശം ഞാൻ ഒരു 10 മണിയോടുകൂടി 9 മണിയാകുമ്പോഴേക്കും ഞാൻ പോകും എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ ഒരു ഉറപ്പില്ല. കാരണം 9 മണിക്ക് തന്നെ പോകും എന്നവിടെ പറയുന്നില്ല. സോ അതൊരു കറക്റ്റ് ടൈം അല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരിക്കലും അവിടെ അറ്റ് പ്രപ്പോസിഷൻ നമുക്ക് ചേർക്കാൻ പറ്റില്ല. ഓക്കെ, കാരണം മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. സെന്റൻസിൽ അറ്റ് ടൈമിന്റെ കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വലിയ മിസ്റ്റേക്സ് ഒന്നുമില്ല. പക്ഷെ മീനിങ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു കറക്റ്റ് ടൈമാണ് പറയുന്നതെങ്കിൽ നമുക്ക് അവിടെ അറ്റ് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? ഒരു 9 മണിയോ ഏകദേശം 9 മണിയോടുകൂടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവിടെ അറ്റ് ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പാടില്ല.
കാരണം നിങ്ങൾ ഉദ്ദേശിച്ച മീനിങ് ആയിരിക്കില്ല അത് അവിടെ ഇംഗ്ലീഷിൽ നമ്മൾ എഴുതി വരുമ്പോ വരാം. മനസ്സിലായോ? നിങ്ങൾ ഉദ്ദേശിച്ച ഒരു 10 മണിയോടുകൂടി ഞാൻ അവിടെ എത്തും എന്നാണെങ്കിൽ നിങ്ങൾ അവിടെ എഴുതുമ്പോൾ അച്ചാണ് യൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾ കറക്റ്റ് 10 മണിക്ക് അവിടെ എത്തും. മീനിങ് വ്യത്യാസം വരുന്നുണ്ട് അല്ലെ? അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് മാത്രം അച്ഛ യൂസ് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, അപ്പൊ ടൈമിന്റെ കാര്യത്തിൽ അതാ പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് പ്ലേസ്. ഇന്ന നമ്മൾ യൂസ് ചെയ്തു അല്ലെ? ഇന്ന പ്ലേസ് പറയുമ്പോൾ നമുക്ക് ഇന്ന യൂസ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന നമ്മുടെ പ്രപ്പോസിഷൻ എടുത്ത ടൈമില്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് അപ്പൊ അച്ഛ യൂസ് ചെയ്യാം? പ്ലേസ് വരുമ്പോ അച്ഛ എങ്ങനെ യൂസ് ചെയ്യാം? ടൈം പറഞ്ഞു, എക്സാക്ട് ടൈം ആണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു അല്ലെ? അതുപോലെ തന്നെയാണ് പ്ലേസ് വരുമ്പോ. പ്ലേസ് എക്സാക്ട് പ്ലേസ് ആണെങ്കിൽ നമുക്ക് അവിടെ അച്ഛ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എവിടെയാണ്? now where are you now? അറിയോ? നിങ്ങളിപ്പോ എവിടെയാണ്? എന്താ നിങ്ങളിപ്പോ എവിടെയാണ്? കേൾക്കുന്നുണ്ടോ? ക്ലാസ്സിലുണ്ടോ എല്ലാവരും? ഇത് ചുമ്മാ ഞാൻ ക്ലാസ് എടുക്കുന്നതാണോ? എല്ലാവരും പോയോ? ഉണ്ട്. ഓക്കെ ഓക്കെ, നിങ്ങളിപ്പോ എവിടെയാണെന്ന് പറയൂ. അരിമട്ട. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എവിടെയാണ്? നിങ്ങളിപ്പോ എവിടെയിരുന്ന ക്ലാസ് കേൾക്കുന്നേ? വടക്കാഞ്ചേരിന്നാണ്. ഓക്കെ, വടക്കാഞ്ചേരിന്നാണ് ക്ലാസ് കേൾക്കുന്നത്. ഓ, സ്ഥലം ഓക്കെ, സ്ഥലം ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ ഇപ്പോ കറന്റ് എവിടെയാണ് ചോദിക്കുന്ന ചോദ്യത്തില് നിങ്ങളിപ്പോ വീട്ടിലല്ലേ അല്ലെ? വീട്ടിലാണ്. അപ്പൊ നിങ്ങൾ എന്താ പറയാ? നിങ്ങളിപ്പോ വീട്ടിലായത് കൊണ്ട് അറ്റ് ഹോം എന്ന് പറയണം. ഞാനിപ്പോ വീട്ടിലാണ്, ഐ അറ്റ് ഹോം. അറ്റ് ഹോം ആണ്. നിങ്ങളിപ്പോ ഞാനിപ്പോ ചോദിക്കുകയാണ് നിങ്ങളിപ്പോ എവിടെയാണ്? അപ്പൊ നിങ്ങൾ ചിലപ്പോ ഒരു ഹോട്ടലിലായിരിക്കാം. ഐ അറ്റ് ഹോട്ടൽ എന്ന് പറയാം. ഹോട്ടൽ അല്ലെങ്കിൽ ലൈബ്രറിയിലാണെങ്കിൽ ലൈബ്രറി, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലാണെങ്കിൽ ഐ അറ്റ് ബസ് സ്റ്റോപ്പ് എന്ന് പറയണം. അതായത് എക്സാക്ട്ലി നിങ്ങൾ എവിടെയാണോ ആ ഒരു പ്ലേസ് പറയാനാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനിയിപ്പോ പ്ലേസ് പറയണം. ഇപ്പോ നിങ്ങളിപ്പോ കുറച്ചായിട്ട് പ്ലേസ് പറഞ്ഞു, അതെങ്ങനെയാ യൂസ് ചെയ്യാം? നിങ്ങളിപ്പോ എവിടെയാണ്? I'm at home in എവിടെയാണ് സ്ഥലം? ഓക്കെ, അതായത് കേരളത്തിൽ നിങ്ങളിപ്പോ എവിടെയാണ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം I'm at എറണാകുളം in കേരള അല്ലെ? കേരളത്തിലെ എറണാകുളം എന്ന സ്ഥലത്താണ് ഞാനിപ്പോ ഉള്ളത്. അതൊരു പുറത്തുനിന്ന് ഒരാളാണ് ചോദിക്കുന്നെങ്കിൽ നമുക്കത് പറയാം. നിങ്ങൾ വീടിനടുത്തുള്ള ഒരാളാണെങ്കിലോ, അല്ലെങ്കിൽ വീട്ടിലേക്ക് വരാൻ വേണ്ടി നമ്മള് ലൊക്കേഷൻ ചോദിക്കുന്ന ഒരാളോട് നിങ്ങൾ ഇങ്ങനെ പറയും, ഞാനിപ്പോ ബസ് സ്റ്റോപ്പിലാണ്. ഏത് ബസ് സ്റ്റോപ്പിൽ എന്ന് ചോദിക്കും, ഐ ആം അറ്റ് ബസ് സ്റ്റോപ്പ് ഇൻ പ്ലേസ് പറയും. മനസ്സിലായോ? ഇൻ പറവൂരിനോ അങ്ങനെ പ്ലേസ് പറയുന്നത്. പറവൂരിലെ ഒരു ബസ് സ്റ്റോപ്പിലാണ് ഞാനിപ്പോ ഉള്ളത്. ഓക്കെ, അതുപോലെ ദുബായിലാണെങ്കിൽ ദുബായിൽ ഇനിയിപ്പോ എവിടെയാണ്? അപ്പൊ പറയാൻ ദുബായിലാണ്. ദുബായിൽ എവിടെയാണെന്ന് ചോദിക്കും വരും അല്ലെ? അപ്പൊ അവിടെ ദുബായിൽ സ്ഥലത്തിന്റെ പേര് പറയാം. എങ്ങനെയാ? ഐ അറ്റ് ഫുജീറ ഇൻ ദുബായ്. ഞാൻ ദുബായിലെ ഫുജീറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഐ അറ്റ് ഫുജീറ ഇൻ ദുബായ്. ഇങ്ങനെയാണ് അറ്റും ഇന്നും യൂസ് ചെയ്യേണ്ടത്. Is it clear or not? Clear? Yes. അപ്പൊ ടൈമും പ്ലേസും മനസ്സിലായി. ഇനി നൈറ്റും മിഡ് നൈറ്റും. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, കാരണം അത് റൂൾസ് ആണ്. ആ റൂൾ തന്നെ ഫോളോ ചെയ്തേ പറ്റും. കാരണം in night ഒന്നിരിക്കാൻ പറയാൻ പറ്റില്ല. I often go to bed at midnight. ഞാൻ പലപ്പോഴും ഞാൻ കിടക്കാൻ പോകുന്നത് രാത്രിയാണ്. I often go to bed at midnight എന്നാ പറയാം. അപ്പൊ നൈറ്റ് ഓർ മിഡ് നൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അറ്റ് പ്രപ്പോസിഷൻ ആയിരിക്കണം. അതുപോലെ തന്നെയാണ് മോർണിംഗ് ആണെങ്കിലും ആഫ്റ്റർനൂൺ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഇൻ ആയിരിക്കണം അല്ലെ? I always walk in the morning. I always going to walk in the evening എന്ന് പറയാം. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത്രയും റൂൾസ് ആണ് നമുക്ക് എന്താ അച്ഛനെ കുറിച്ച് പറയാനുള്ളത്. ക്ലിയർ? ഇനി നമുക്ക് അച്ഛന് അരികെ എന്നൊരു മീനിങ് കൂടെ ഉണ്ട്. അടുത്ത് അരികെ എന്നൊരു മീനിങ് കൂടെ ഉണ്ട്. അതായത് നിയർ എന്ന് പറയാം. നിയറിന് പകരം നമുക്ക് അവിടെ ആക്ട് യൂസ് ചെയ്യാം. അത് മിസ്റ്റേക്സ് ഒന്നുമില്ല.
She sat at me. അവള് എന്റെ അടുത്ത് ഇരുന്നു. She sat at me. ഞാൻ പറയുന്ന എക്സാമ്പിൾസ് ഒന്നും ഇപ്പൊ എഴുതിയെടുക്കണ്ട കേട്ടോ. ഞാൻ പറയാം, ഞാൻ ടെസ്റ്റ് ചെയ്യാം. ആ ടൈമിൽ മാത്രം നോട്ട്ബുക്കിൽ എക്സാമ്പിൾസ് എഴുതാം. അതുവരെ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക, കേട്ടിരിക്കുക. ഓക്കെ. അപ്പൊ ഷി സാറ്റ് അറ്റ് മീ എന്ന് പറയുമ്പോൾ അവൾ എന്റെ അടുത്തിരുന്നു. ഷി സാറ്റ് നിയർ മീ എന്ന് പറയാം. നിയർ യൂസ് ചെയ്യാം, ബിസൈഡ് യൂസ് ചെയ്യാം, അറ്റ് യൂസ് ചെയ്യാം. എല്ലാം യൂസ് ചെയ്തതുകൊണ്ട് മിസ്റ്റേക്സ് ഒന്നുമില്ല, സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. അപ്പൊ അച്ഛന് അരികെ, അടുത്ത് എന്നൊരു മീനിങ് കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾ എടുക്കാം കേട്ടോ. I always go to school at 10 a.m. I usually study at library. I often go to bed at midnight. I often go to bed at midnight. She was at home. I'm going at home പറയാം, at the bus stop പറയാം. എല്ലാം പറയാം കേട്ടോ. at hotel എല്ലാം പറയാം. എവിടെയാണോ നമുക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. And then she sat at the table. She sat at the table. Or table എടുത്തിരുന്നു. Okay. Then my sister looked up at the sky. നമ്മൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നോക്കി പറയുമ്പോൾ, അതായത് ഒരാളെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് ആക്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോ she laughed at me. She laughed at me. അവൾ എന്നെ നോക്കി ചിരിച്ചു. She laughed at me. അപ്പൊ എന്നെ നോക്കി ചിരിച്ചു എന്ന് പറയുമ്പോൾ ഒരാളെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത് കൊണ്ട് നമ്മുടെ ആക്ട് യൂസ് ചെയ്യാൻ പറ്റും. She laughed at me. Clear? ഓക്കെ, അപ്പൊ ഇത്രയും എക്സാമ്പിൾസ് ആണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾ ആക്ടിവേറ്റ് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് മീ. ഓക്കെ.
ഓക്കെ, ടെക്സ്റ്റ് ചെയ്യൂട്ടോ എല്ലാവരും. എക്സാമ്പിൾസ് ടെക്സ്റ്റ് ചെയ്യൂ. അറ്റ് പ്രിപ്പോസിഷൻ വെച്ചിട്ട് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. then text ചെയ്യാം ട്ടോ. okay, I will correct it. അത് ക്ലിയർ ആയോ? അറ്റ് പ്രിപ്പോസിഷൻ എങ്ങനെയാ യൂസ് ചെയ്യുന്നത് മനസ്സിലായോ? ക്ലിയർ ആയോ? അറ്റ് ക്രിസ്മസ്, യാ ഓക്കെ, കറക്റ്റ് പോയിന്റ് ആണ്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിത്യ നമുക്കിവിടെ അറ്റ് ക്രിസ്മസ് എന്ന് പറഞ്ഞു. ഹോളിഡേസിന്റെ കൂടെ നമുക്ക് അറ്റ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ നമ്മള് ഏതാണ് ഓൺ പ്രിപ്പോസിഷൻ പറഞ്ഞപ്പോ ഹോളിഡേയുടെ കൂടെ നമുക്ക് അറ്റ് ഓൺ പ്രപ്പോസിഷൻ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഹോളിഡേ പറയുമ്പോൾ ഓൺ യൂസ് ചെയ്യാം. അത് ആ ഒരു എക്സാക്ട് ഡേറ്റ് ആണെങ്കിലാണ് നമുക്ക് അവിടെ ഓൺ യൂസ് ചെയ്യാം എന്ന് പറയുന്നത്. ഇപ്പോ ഐ വിൽ മീറ്റ് യു ഓൺ 25th December, അത് ക്രിസ്മസ് ഡേ ആണ് അല്ലെ. അപ്പൊ ആ ഒരു ഡേ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ഡേ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം. പക്ഷേ ഒരു ഹോളിഡേ പറയുമ്പോൾ, അതായത് ഐ വിൽ മീറ്റ് അറ്റ് ക്രിസ്മസ്, ഐ വിൽ മീറ്റ് യു അറ്റ് ക്രിസ്മസ് എന്ന് പറഞ്ഞാല് ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ മീറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ആ ഒരു എക്സാക്ട് ഡേറ്റിലല്ല, ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു ക്രിസ്മസിന്റെ ആ ഡ്യൂറിംഗ് പീരീഡിൽ മീറ്റ് ചെയ്യാം എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. അവിടെ ഒരു എക്സാക്ട് ഡേറ്റ് അല്ല പറയുന്നത്. അറ്റ് യൂസ് ചെയ്യുന്നതിനാല് മനസ്സിലാക്കേണ്ടത് ഒരു പെർട്ടിക്കുലർ പീരീഡ്, ആ ഒരു ക്രിസ്മസ് ആണെങ്കിൽ ആ ഒരു ക്രിസ്മസ് ഡേയ്സിൽ, അല്ലെങ്കിൽ ഓണം ആണെങ്കിൽ ആ ഓണം, വെക്കേഷൻ ടൈമിൽ ആ ഒരു ഓണം പീരീഡ്സിൽ മീറ്റ് ചെയ്യാം എന്നാണ് അറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ? യെസ്. ഇനി എക്സാമ്പിൾ ഒക്കെ വരാം. മൈ സൺ is always go to school. കൊള്ളാം. at 7 AM. എന്റെ എക്സാമ്പിൾ നേരെ തിരിച്ചു അല്ലേ. ഓക്കെ, she is at the university, we met at the station, she looked at the painting. ഓക്കെ, കറക്റ്റ്. കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടൊന്ന് എക്സാമ്പിൾസ് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റും നോക്കിയേ, ഒന്ന് ആലോചിച്ച് നോക്കി, എന്നിട്ട് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് എക്സാമ്പിൾസ് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും ചെയ്യണം കേട്ടോ. He went to home at 10 PM, correct? She attended an interview at 10 AM. She targeted me. She targeted me. Target ചെയ്യുന്നു എന്നല്ലേ പറയാം. ചെയ്തു എന്ന് പറയാൻ കുഴപ്പമില്ല, മിസ്റ്റേക്ക് ഒന്നുമില്ല കേട്ടോ. Naina is at the school. Yeah, Naina is at school now. Okay, now എവിടെയെങ്കിലും ആഡ് ചെയ്യാം. She's wake up at 6 AM. She wake up ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ടെൻസ് വൈസ് ഐ തിങ്ക് ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ട്. ഞാനിപ്പോ കറക്റ്റ് ചെയ്യുന്നത് പ്രപ്പോസിഷൻ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ, ബാക്കി മിസ്റ്റേക്സ് വരുന്നുണ്ട്. അത് ടെൻസ് വെക്കുമ്പോൾ അത് ഓൾറെഡി നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതാണ് കേട്ടോ. Let's meet at 9 PM. She worked at home. Yeah, let's meet at 9 PM. Sentence ആണ്. Okay, she worked at home. Yes, she scared at the movie. Yeah, she scared. Yeah, when she saw the movie. Okay, correct ആണ്, ഞാൻ പറയുന്നില്ല. Okay, correct ആണ് കേട്ടോ. At the movie എന്ന് പറയുമ്പോൾ at the moment ആണ് കുറച്ചൊരു ബെറ്റർ കേട്ടോ. When she saw the movie, at that moment she scared എന്ന് പറയാം. പക്ഷേ ബെറ്റർ വേർഷൻ അതാണ്, കാരണം at the movie എന്നൊരു യൂസേജ് അവിടെ വരേണ്ട ആവശ്യമില്ല. Okay, I will see you at 6 AM, correct? Okay, then ഇനി ഒരു കാര്യം ചെയ്യും നിങ്ങള്. ഇപ്പോ നമ്മൾ ഇൻ, ഓൺ, ആക്ട് ഈ 3 പ്രിപ്പോസിഷൻസ് നമ്മൾ 3 പഠിച്ചതാണ്. ഇനി 3 വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ലൈക്ക് ഒരു സ്റ്റോറി പോലെയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എസ്സേ പോലെ പാരഗ്രാഫ് ആയിട്ടോ എന്തെങ്കിലും എനി കൈൻഡ് ഓഫ് സ്റ്റോറീസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സെന്റൻസ് വൈസ് ആയിട്ട് പറയാം. അതിന്റെ കൂടെ ഈ ഇന്നും ഓണും അറ്റും കൂടെ യൂസ് ചെയ്തിട്ട് ഒരു ജസ്റ്റ് ഒരു പാര പോലെ ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഈ സെന്റൻസ് അല്ലാതെ
സെന്റൻസ് ഒരു ഗ്രൂപ്പ് ഓഫ് സെന്റൻസ് കൂടുമ്പോഴാണ് പാരഗ്രാഫ് ആകുന്നത്. സോ ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് സെന്റൻസ് കൂടി ആഡ് ചെയ്തിട്ട് ഒരു പാരഗ്രാഫ് ആയിട്ട് നെക്സ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇൻ ഓൺ ആറ്റ് വെച്ചിട്ട് ചെയ്യാം. പറ്റുമെന്നല്ല, നിങ്ങൾ ചെയ്ത് നോക്കൂ. ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുക. മിസ്റ്റേക്സ് വരും, മിസ്റ്റേക്സ് വരുന്നത് ഇഗ്നോർ ചെയ്യുക, അത് മൈൻഡേ ചെയ്യണ്ട. പ്രിപ്പോസിഷൻസ് മാത്രം നിങ്ങൾക്ക് കറക്റ്റ്ലി യൂസ് ചെയ്തിരുന്നത് മാത്രം ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ ആദ്യം നോട്ട്ബുക്കിൽ എഴുതുക, അതിനുശേഷം എനിക്ക് ടെക്സ്റ്റ് ചെയ്യാം. കാരണം ഇതെല്ലാം ഒരു മെമ്മറീസ് ആണ്. ഇപ്പൊ നിങ്ങൾ എഴുതുന്ന ഓരോ നോട്ട്സും നിങ്ങൾ ടെൻസ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയം കറക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ തന്നെ എഴുതിയതാണോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതിനുവേണ്ടി തന്നെയാണ് ഇതെല്ലാം നിങ്ങൾ എഴുതാൻ പറയുന്നത് കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് പാരഗ്രാഫ് ആയിട്ട് വേസ്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങളൊന്ന് എഴുതി വെക്കുക. അദ്ദേഹം എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്യാം. ഇൻ ഓർ ആറ്റ് ചെയ്യും 3 പ്രപ്പോസിഷൻസ് യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണോ? ചെയ്യൂ കേട്ടോ. ഞാൻ ഓക്കെ ആണോന്ന് ചോദിക്കുന്നില്ല. യു മസ്റ്റ് ഡു ദാറ്റ്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ ചെയ്യൂ. കഴിയുമ്പോ പറയണം കേട്ടോ. കഴിയുമ്പോ ഇൻഫോം ചെയ്യുക. ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ ഓൺ ചെയ്തിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ക്യാമറ ഓഫ് ചെയ്യുന്നത്. എനിക്കൊന്നും സംസാരിക്കാനില്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ വെറുതെ ബോറടിച്ചിരിക്കണ്ടേ. അതുകൊണ്ടാണ് ക്യാമറ ഓഫ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എഴുതാം. ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, എഴുതി കഴിയുമ്പോ എന്നെ ഇൻഫോം ചെയ്യാം. ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞു, റെസ്പോണ്ട് ചെയ്തേ. നിങ്ങൾ എല്ലാവരും ക്ലാസ്സിലുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. വെരി ഗുഡ്. നിങ്ങൾ വിചാരിക്കോ മിസ് പറയുന്നുണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ കറക്റ്റ് ചെയ്യുന്നതൊക്കെ എന്താണ് മിസ് ഒന്നും പഠിപ്പിക്കുന്നില്ല അല്ലെ? ടെൻസ് പഠിക്കുമ്പോൾ ഇതെല്ലാം ക്ലിയർ ആവും കേട്ടോ. ടെൻസിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രിപ്പോസിഷൻസും എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. കാരണം ടെൻസ് എടുക്കുന്ന സമയത്ത് പ്രിപ്പോസിഷൻ അറിയില്ല എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ ബാക്ക് ടു പ്രപ്പോസിഷനിലേക്ക് തന്നെ വരേണ്ടി വരും. അതിന്റെ പേരിൽ എല്ലാം പഠിച്ചു പോകണം. ഏറ്റവും സിമ്പിൾ. ഓക്കെ, സോ എല്ലാവരും ക്രിയേറ്റീവ് ആയിട്ട് ഒന്ന് ആലോചിച്ച് ഒന്ന് എഴുതാൻ നോക്കാം കേട്ടോ. Okay, so I'm eagerly waiting for your note. Okay.
എല്ലാവരും എഴുതുന്നുണ്ടോ? കഴിഞ്ഞോ? ആരുടെയെങ്കിലും കഴിഞ്ഞോ? എഴുതിക്കൊണ്ടിരിക്കുകയാണോ? എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യാവോ?
Okay, identity complete ആയോ? Complete ആയോ? Anyone? Please respond. കംപ്ലീറ്റ് ആയില്ലേ? എന്തെങ്കിലും എഴുതിയോ? എന്തെങ്കിലും ഇത് പറയൂ. ഇത്രയും സമയം തന്നില്ലേ? കുറച്ചെങ്കിലും എഴുതിയിട്ടുണ്ടാവുമല്ലോ. പറയാം, നമുക്ക് അയക്കാം. റെഡിയാണോ? ഇല്ല, കുറെ പേര് ലെഫ്റ്റ് ചെയ്ത് പോയി അല്ലെ. എന്തെങ്കിലും ഓർക്കാതെ ആ വഴി പോവും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്യൂ. ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് കേട്ടോ. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ടീച്ചർ എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളുടെ പ്രൊഫൈൽ നെയിമും പിക്ചേഴ്സ് മാത്രമേ കാണുന്നുള്ളൂ. റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഓപ്പോസിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്ക് അറിയാൻ പറ്റൂ കേട്ടോ. അല്ലെങ്കിൽ വെറുതെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും എനിക്ക് കിട്ടാം. അതുകൊണ്ട് മാക്സിമം റെസ്പോണ്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ ഓക്കെ, ഫെമിന ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. One day allergy walk on street in the winter season. She go to a coffee shop at the time. Yeah, correct ആണല്ലോ. ഇതേപോലെ എഴുതിയാൽ പോലെ എന്ത് രസാ അല്ലെ. ചുമന്ന് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാം. അത് നമുക്ക് എഴുതാം. നല്ല രസമല്ലേ? ഇനി നെക്സ്റ്റ് ആരാ? ടെക്സ്റ്റ് ചെയ്യൂട്ടോ. ആതിര. In plan to visit my family and United States this summer, likely on July 18th July. Okay, we will be staying with them at their house, which is located on Wayanad Street. Wayanad Street. I can't wait to see them. I can't wait to see them. The proposition in the United States. Okay, on July mistake on 18th July. At their house, okay, is located on Wayanad Street. On Wayanad Street. In Wayanad, okay. Then all over the yeah. Then we are in Parimattam, and time is to 25th August at Kodamangalam. He was come with a small gift to me, and we got a beautiful moment at that moment. We got a beautiful moment at that time. Okay. Okay, Sharmina. Hello, personal experience ആണോ? പോയോ? യെസ്. ഓക്കെ, എനിക്ക് മനസ്സിലായി എന്താണ് പറഞ്ഞു തരുന്നത്. മനസ്സിലായി. ലവ് മാരേജ് ആണോ ഷാർമിന? ആണോ? അറേഞ്ച് മാരേജ് ആണ്. ഫസ്റ്റ് മീറ്റ് ചെയ്ത മൊമെന്റ് ആണോ ഇപ്പൊ ടെക്സ്റ്റ് ചെയ്തേ? യെസ്. ആണോ? എന്താണ് റെസ്പോണ്ട് ചെയ്താൽ പോലെ അല്ല, ജസ്റ്റ് ഇമാജിൻ ചെയ്ത് പറഞ്ഞാണോ? എന്തിലാവട്ടെ, റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതിലാവട്ടെ. ഞാൻ ഓക്കെ, ഇമാജിനേഷൻ ആണ്. ഓക്കെ, വെരി ഗുഡ്. പക്ഷേ you are in Parimattam കുഴപ്പമില്ല. Kodamangalam. കുഴപ്പമില്ല. നിങ്ങൾക്ക് വായിക്കുമ്പോൾ അറിയാം അത്യാവശ്യം മിസ്റ്റേക്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ പ്രൊപ്പോസിഷൻ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ആരെങ്കിലും ടെക്സ്റ്റ് ചെയ്തിട്ട് ആരെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യണേ.
Okay, Chitra. I usually wake up at 4:30 a.m. and I am engaged on my daily routine. My children wake up at 5:40 a.m. They will go to washroom for brushing and bathing. Then I'm going to drop my son at 6:45 a.m. His bus leave at 7 a.m. Yeah, the completely at prepositions മാത്രമേ ഉള്ളൂ. There's no in and on, but it's okay. Good job. Okay. Then ഇനി കുറച്ച് പേരും കൂടി ഉണ്ടല്ലോ ടെക്സ്റ്റ് ചെയ്ത് എല്ലാവരും. ഞാൻ ആരൊക്കെയാണ് ടെക്സ്റ്റ് ചെയ്യാനുള്ളത്? അനക, അനു തോമസ്, then Jasmine, Alena, Nitya. ഇതൊക്കെ ടെക്സ്റ്റ് ചെയ്യൂട്ടോ. ടെക്സ്റ്റ് ചെയ്യോ വാഷ്. Okay. Yeah. നിത്യ ഇറ്റ്സ് ഓക്കെ, സെന്റൻസ് കറക്റ്റ് ആണില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ടെക്സ്റ്റ് ചെയ്തോളൂ. ഇപ്പൊ എല്ലാവരും വായിച്ചത് പെർഫെക്റ്റ്ലി കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. പക്ഷെ അവരെക്കൊണ്ടാവുന്ന രീതിയിൽ അവർ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിത്യം ചെയ്യാം കേട്ടോ. മിസ്റ്റേക്സ് വരും, അത് ഷുവർ ആണ്. അത് അക്സെപ്റ്റ് ചെയ്യുക, ദെൻ ടെക്സ്റ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അത് നമുക്ക് ഇന്നല്ല, നമുക്കത് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാൻ പറ്റും. നിത്യയെ കൊണ്ട് ഒരു സെന്റൻസ് വിതൗട്ട് എനി മിസ്റ്റേക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് എന്റെ ഗ്യാരണ്ടി ആണ്, ഞാൻ ഷുവർ ചെയ്യാണ്. അതുകൊണ്ട് ഇപ്പോ ചെയ്യാം. ഇപ്പൊ നിത്യക്ക് പറ്റാവുന്ന പോലെ ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഏത് ലെവലാണ് നമുക്ക് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് കുറച്ചുകൂടെ സെൻസ് പഠിച്ചു കഴിയുമ്പോൾ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനും പറ്റും. ഓക്കെ, അതുകൊണ്ട് കറക്റ്റ് ആവുന്നില്ല എന്ന് വിഷമിക്കേണ്ട. പറ്റാവുന്ന പോലെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യും. ഓക്കെ. Okay, I know. Maria is a beautiful girl. She wakes up early in the morning. She reads the books. Is on the table. Okay. Okay, Anna, I know. Lena, every day of my life is special, but the most special in my life was when I get married on 2nd September 2017. Yes, very good. Yeah. Okay, any കുറച്ച് പേരും കൂടെ ഉണ്ട് കേട്ടോ ടെക്സ്റ്റ് ചെയ്യാനായിട്ട്. അവരുടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യൂ, നമുക്ക് ടൈമില്ല. അനഘ ടെക്സ്റ്റ് ചെയ്യൂട്ടോ. ഇനി അനഘ, ജാസ്മിൻ ആൻഡ് നിത്യ, സ്വാതി. പെട്ടെന്നാവട്ടെ, സമയമില്ലാട്ടോ. പെട്ടെന്ന്. Today I woke up at 7 a.m. I always brush my teeth in the morning. My husband works in Sharjah. She's studying in the library. Yeah. My husband works in Sharjah എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ ഷീ വരുമ്പോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട്. അവിടെ ഹി ആണെങ്കിൽ ഓക്കെ ആണ് കേട്ടോ. അതുപോലെ സെന്റൻസ് വൈസ് ഒന്നും മിസ്റ്റേക്ക് ഇല്ല, പക്ഷെ കണക്ട് ചെയ്ത് പറയുമ്പോൾ മിസ്റ്റേക്സ് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഗ്രാമറിലെ മിസ്റ്റേക്സ് ഒന്നും ഇല്ല കേട്ടോ. യെസ്, കറക്റ്റ് ആണ് അനഘ. Then ഇനി ആരാണ്? സ്വാതി, നിത്യ, ജാസ്മിൻ.
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പ്രിപ്പോസിഷൻ അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ട് അല്ലെ, എവിടെയൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പോഴും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നത് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അല്ലെ, നമുക്ക് ടെൻസ് അറിയാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇത് ശരിക്കും. Okay, Shamina, I'm in the birthday party on 13th July and the party is held at the Japan. Yeah. Is held. Yeah, correct. Okay, Anita. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ടെൻസ് പഠിക്കാത്തതിന്റെ ഒരുപാട് മിസ്റ്റേക്സ് വരുന്നുണ്ട്, അതെല്ലാം നമുക്ക് അത് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അത് ഒരു കാര്യമാണ് കേട്ടോ. ക്ലാസ് ഓക്കെ ആണ് എന്നാണ് എന്റെ ഒരു വിശ്വാസം. I hope you all understand what I teach. Okay? എന്താണ് ഞാൻ നിങ്ങളോട് തന്നെയല്ലേ ഇതൊക്കെ പറയുന്നേ, അവിടെ ഒരു റെസ്പോൺസ് ഒന്നുമില്ലല്ലോ ഓപ്പോസിറ്റ്. എന്താണ് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ ചിത്ര, ഐ മീൻ ബബിന. ബബിന എന്ന് പറഞ്ഞ സ്ഥലമാണോ? എനിക്കറിയില്ല കേട്ടോ. ബബിന ആണോ? ബബിന, ബബിന ഓർ ബബിന? അതെ, ഓക്കെ. Here is now started in winter season. So I'm not interested to wake up at early morning. Okay, here now here is here start winters. അവിടെ in winter season ആവശ്യമില്ല, കാരണം അവിടെ winter season സ്റ്റാർട്ട് ചെയ്യാണ് എന്നാ പറയുന്നത്. അപ്പൊ അവിടെ ഇനി ആവശ്യമില്ല കേട്ടോ. അപ്പൊ എല്ലാ സീസൺസ് വരുമ്പോഴും ഇന്ന് ചേർക്കണമെന്നില്ല. നമ്മൾ ചെയ്യാം, നമ്മൾ പറയുന്നത് ഞാൻ ഇന്ന സീസണില് ഞാൻ അപ്പോ കോട്ടൺ ഡ്രസ് ധരിക്കുന്നത് വിന്റർ സീസണിൽ ആണ് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഇന്നിന്റെ ആവശ്യം. അതായത് വിന്റർ സീസൺ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ അവിടെ ഇംഗ്ലീഷ് വേണ്ട കേട്ടോ. ക്ലിയർ? വിന്റേഴ്സ് ഇപ്പൊ ഏതെങ്കിലും സീസണിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് പറയുമ്പോൾ നമ്മൾ ആ സീസൺ മെൻഷൻ ചെയ്യില്ലേ, ആ ടൈമിൽ മാത്രം ഇന്ന് പ്രപ്പോസിഷൻ ആഡ് ചെയ്താൽ മതി. അതർവൈസ് ഓക്കെ ആണ്. Now winter season started here now എന്നും പറയുന്നുണ്ട്. Winter season started here now. Now here winter season started എന്ന് പറയാം. അങ്ങനെയൊക്കെ അങ്ങനെ തിരിച്ചു കുറിച്ചൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, അപ്പോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഓക്കെ ആണ്, മനസ്സിലായിട്ടുണ്ട്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത പ്രപ്പോസിഷൻ കണ്ടിന്യൂ ചെയ്യാം. നമ്മള് വേർബിന്റെ കുറച്ച് നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നോ? നോട്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? വേർബിന്റെ നോട്ട്സ് ഉണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ, പ്രപ്പോസിഷൻ കണ്ടിന്യൂ ചെയ്യാം. സോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ്. ഓക്കെ, താങ്ക് യു ഓൾ. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. Thank you, Miss. Thank you, Miss. Thank you, Miss.